നമ്മൾ സെക്ഷൽ എനർജിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. ഇന്ന് നമുക്കൊരു സെക്ഷൽ എനർജി ഒന്ന് അനുഭവിച്ചാലോ? ഈ കുണ്ടലിനി എനർജി നമുക്കൊന്ന് അനുഭവിക്കാം അല്ലേ? ഒരു നിമിഷം നമ്മൾ ഈ ഭൂമിയോട് ഇങ്ങനെ സ്റ്റേണായി നിൽക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. നമ്മുടെ കാൽപാദങ്ങൾ ഭൂമിയോട് വളരെ ശക്തമായിട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നു. ഒരു ശക്തമായിട്ടുള്ള മരത്തിൻ്റെ വേര് പോലെ നമ്മളുടെ ഈ ഒരു ശരീരവും മനസ്സും രണ്ടാന്ന് പറയാൻ പറ്റൂല. ശരീരത്തെ വിഭജിച്ചാലും എനർജിയാണ്, മനസ്സ് അതും ഒരു എനർജിയാണ്. അപ്പൊ ഈ എനർജിയാണ് നമ്മൾ അല്ലേ? അപ്പൊ ഈ എനർജി വളരെ ശക്തമായിട്ട് നമ്മളുടെ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നു. നമ്മുടെ റൂട്ട് ചക്ര, നമ്മളുടെ നട്ടെല്ലിന്റെ അടിഭാഗത്തൊന്ന് കൈവെക്കുക. എന്നിട്ട് ശക്തമായിട്ടുള്ള ഒരു വൃക്ഷം പോലെ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു ശക്തമായിട്ടുള്ള നമ്മുടെ റൂട്ട് ചക്ര, നമ്മുടെ വേരുടെ ചക്ര നമ്മെ ഈ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോലത്തെ ശക്തമായിട്ടുള്ള ഫോഴ്സുകളിൽ നിന്ന് പാറിപ്പോവേണ്ട നമ്മളെ ഈ ഭൂമിയോട് ഉറച്ചു നിൽക്കുന്ന ഈ ശക്തി നമ്മളിങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ വേറോട്ട് പാടി നോക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഒരു ബഹിരാകാശത്ത് നിന്ന് പോയി നിൽക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ താഴോട്ടാണോ മേലോട്ടാണോ എന്ന് അറിയില്ല. നമ്മൾ ഈ ഭൂമിയോട് ഉറപ്പിച്ചു നിൽക്കുന്ന ഈ ചക്രയെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യൂ. റൂട്ട് ചക്ര ഈസ് ആക്ടിവേറ്റഡ് അല്ലേ? നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. ഒരു ശക്തിക്കും പഠിച്ചു മാറ്റാൻ പറ്റാത്ത അത്രയും ശക്തമായിട്ടുള്ള വേരുകളിലൂടെ നമ്മളിവിടെ ദൃഢമായി നമ്മൾ ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി അടുത്ത ചക്രയിലേക്ക് നമുക്ക് നീക്കാം. അവിടെ നിന്ന് ശക്തമായിട്ടുള്ള നമ്മുടെ കുണ്ടലിനി എനർജി, നമ്മളുടെ നാം എന്ന് പറഞ്ഞ ഈ ഭൂമിയേക്കാൾ വ്യാപ്തിയുള്ള ഒരു ലോകമാണ് മനുഷ്യൻ്റെത്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെക്കാളും വ്യാപ്തിയുണ്ട്. നാം ജീവിക്കുന്ന ഈ ഒരു നിമിഷമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിമിഷം. നമുക്ക് ജീവനുള്ള നിമിഷത്തോളം വലിയ മഹാത്ഭുതമൊന്നും ഈ ലോകത്തില്ല. ഉണ്ടോ? ഇല്ല. നമ്മളെ ജീവൻ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഒരു അത്ഭുതവും ഇല്ല. നമ്മളെ പെർസെപ്ഷൻ ഇല്ലാതാവുമ്പോൾ അതും ഇല്ലാതാവും. അപ്പൊ നമ്മളിവിടെ ശക്തമായി ഉറച്ചു നിൽക്കുന്നു. എന്നിട്ട് നമ്മളുടെ ശക്തമായുള്ള കുണ്ടലിനി എനർജി കുറച്ചുകൂടി മുകളിലേക്ക് നമ്മുടെ സാക്രൽ ചക്രയിലേക്ക്, നമ്മളുടെ ഈ ഒരു ഇതിന്റെ അടിഭാഗത്തേക്ക് വരികയാണ്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മൾക്ക് മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന ഈ ഒരു എനർജി നമ്മളുടെ മുകളിലോട്ട് കയറി വരികയാണ്. നമ്മുടെ സെക്ഷൽ എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിലും ശക്തമായിട്ടുള്ള നമ്മൾ സെക്ഷുവാലിറ്റിയിലും അനുഭവപ്പെടുന്ന നമ്മോടൊപ്പം ഓരോ നിമിഷമുള്ള ഈ എനർജി, ഓരോ നിമിഷം നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി കടന്നു വരികയാണ്. നമ്മുടെ വികാരങ്ങൾ, അതിന് ഓരോ സമയത്തും ആവശ്യമായി നിയന്ത്രിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. ആ എനർജി നമ്മോടൊപ്പം ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് വരികയാണ്. ഇത് നമ്മളുടെ ഒരു മരത്തിന്റെ ട്രങ്ക്, നമ്മളുടെ ഒരു മരത്തിന്റെ വേര് നമ്മൾ പറഞ്ഞു റൂട്ട് ചക്ര. ഈ സോളാർ പ്ലെക്സസ് ചക്ര എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മളുടെ ഒരു സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം, ആത്മബോധം. ഒരു മനുഷ്യനും നമ്മെ എന്ത് തന്നെ പറഞ്ഞാലും നമ്മളുടെ ഇഷ്ടങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഈ നിമിഷത്തെ ജീവിതത്തിൽ നാമായി ജീവിക്കാനും അതിനെ നമ്മുടെ പുറത്തെ സാഹചര്യങ്ങളോ മറ്റു വ്യക്തികളുടെ വാക്കുകളോ പ്രവൃത്തികളോ സ്വാധീനിക്കാത്ത അത്രയും രൂപത്തിൽ നമ്മളായി ഉറച്ചു നിൽക്കാനുള്ള ഈ ഒരു ശക്തി, ആ ശക്തി നമ്മൾ ഫീൽ ചെയ്യാം. നമ്മോടൊപ്പം നമ്മുടെ മരണം വരെയുള്ള ഈ ഒരു നാം എന്ന ഈ മഹാത്ഭുതം, എല്ലാ പ്രപഞ്ചങ്ങളെക്കാളും ശക്തമായിട്ടുള്ള ഞാനും നിങ്ങളും എന്ന ഈ മഹാത്ഭുതം ഇവിടെ നിൽക്കുന്നോളം കാലം നമ്മോട് നിൽക്കുന്ന ഈ ഒരു എനർജി നമ്മൾ എപ്പോഴും ഫീൽ ചെയ്യണം. സെൽഫ് എസ്റ്റീം എന്ന എനർജി നമ്മെ നോക്കി പരിഹസിക്കുമ്പോഴും, നമ്മെ നോക്കി എടാ മണ്ട പൊട്ട നീ എന്ത് കൊള്ളാത്തവനാണ്, നിനക്ക് വയസ്സായവനാണ്, നിന്റെ ജീവിതം കഴിയാനായി എന്നൊക്കെ പരിഹസിക്കുമ്പോഴും അതിനൊന്നും കേൾവി കൊടുക്കാതെ നമ്മൾ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഈ സോളാർ പ്ലെക്സസ് ചക്രയിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. ഇനി നമ്മളുടെ ഈ എനർജി വീണ്ടും മുകളിലോട്ട് വരികയാണ്. ഇപ്പൊ നമ്മളെ ഹൃദയത്തിന്റെ ചക്ര, ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കൈവെക്കൂ. മനോഹരമായ ഈ ഹൃദയമിടിപ്പുകൾ നമ്മോട് മരണം വരെ ഒരു റെസ്റ്റും ഇല്ലാതെ ഇവിടെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമിടിപ്പിൽ നിന്ന് നമ്മുടെ സ്നേഹം ഇങ്ങനെ പ്രവഹിച്ചു വരിക. ആദ്യം ഈ സ്നേഹം നമ്മളിലേക്ക് ഒഴുകട്ടെ. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഈ ഹൃദയ ചക്രയിൽ നിന്ന് ഈ സ്നേഹം വ്യാപിക്കട്ടെ. ഓരോ കോശത്തിലെ ഓരോ എനർജിയിലേക്കും ഇത് വ്യാപിക്കട്ടെ. എന്നിട്ട് നമ്മുടെ പ്രവൃത്തികളായി നമ്മളെ തൊട്ടടുത്തുള്ളവരിലേക്ക് ഈ സ്നേഹം വ്യാപിക്കട്ടെ.
അവരിൽ നിന്ന് ഈ ഒരു നമ്മളുടെ ഏഷ്യാനെറ്റ് പബ്ലിക് സ്കൂളിന്റെ ഈ ഒരു സ്ഥലത്തേക്ക് വ്യാപിക്കട്ടെ, ഈ കോഴിക്കോട് അങ്ങാടിയിലേക്ക് വ്യാപിക്കട്ടെ, ഈ കോഴിക്കോട് അപ്പുറത്തേക്ക് ഈ മലബാർ മേഖലയിലേക്ക് വ്യാപിക്കട്ടെ, അവിടെ നിന്ന് അപ്പുറത്തേക്ക് കേരള സംസ്ഥാനത്തിലേക്ക്, പിന്നീട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക്, എന്നിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് മുഴുവനും നമ്മുടെ സ്നേഹം വ്യാപിച്ച് പടർന്ന് വ്യാപിക്കട്ടെ. പിന്നെ നമ്മൾ വീണ്ടും മുകളിലോട്ട് പോകുന്നു. നമ്മുടെ ത്രോട്ട് ചക്ര, നമ്മുടെ ജീവിതം കാവ്യാത്മകമാണ്, മനോഹരമാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായ ശബ്ദം നമ്മുടേതാണ്. നിശ്ചലമല്ലാത്ത നമ്മുടെ ഈ ശബ്ദം നമ്മൾ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി, നല്ല വാക്കുകൾ പറയാൻ വേണ്ടി, മറ്റുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ എനർജി നശിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയോ മറ്റുള്ളവരെ മോശമായി കാണാൻ പറ്റുന്ന രീതിയിൽ ഈ എനർജി നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. വീണ്ടും നമ്മുടെ ഈ ഒരു എനർജി, ഇത് സെക്ഷൽ എനർജി ആവാം, സെക്ഷൽ എനർജി മോസ്റ്റ് പവർഫുൾ എനർജി എന്ന് പറഞ്ഞു. വീണ്ടും നമ്മുടെ ത്രോട്ട് ചക്രയിൽ നിന്ന് നമ്മുടെ തേർഡ് ഐ, നമ്മുടെ ഈ രണ്ട് കണ്ണുകൾക്ക് മുകളിലുള്ള ഈ മൂന്നാം കണ്ണ്, ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലോട്ട് നാം എന്ന് പറയുന്ന ഈ ബൃഹത്തായ പ്രപഞ്ചത്തിന്റെ ആന്തരിക ലോകത്തേക്കും, ആ ആന്തരിക ലോകത്തിൽ നിന്ന് മണിമുത്തുകൾ പിറക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തില് അതുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാത്ഭുതങ്ങൾ. ഞാനൊരു നക്ഷത്രമാണെങ്കിൽ ശ്രീജിത്ത് ഒരു നക്ഷത്രമാണ്, നിങ്ങളോ സോമസുന്ദർ സാർ, നമ്മളെല്ലാവരും ഓരോ നക്ഷത്രങ്ങളാണ്. ഇതിലൊക്കെ വ്യാപിക്കുന്ന ഈ തേർഡ് ഐയിൽ നിന്നുള്ള ഈ ഒരു എനർജി മൊത്തം വ്യാപിക്കട്ടെ. നമ്മുടെ ഇമാജിനേഷൻ അത് ഏറ്റവും ഭംഗിയായിട്ട്, നമ്മളുടെ ഏറ്റവും നല്ല സംസാരം എന്ന് പറഞ്ഞ ഇമാജിനേഷനാണ്. നമ്മുടെ സെൽഫ് ടോക്കുകളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മോടാണ് സംസാരിക്കുന്നത്. ഈ സംസാരം ഏറ്റവും മനോഹരമാക്കുക. നമ്മുടെ ഭാവനയുടെ കണ്ണുകൾ, നമ്മുടെ തേർഡായി എപ്പോഴും നല്ല രീതിയിൽ തുറന്ന് പ്രവർത്തിക്കുക. ഇനി നാം എന്ന് പറഞ്ഞ ബൃഹത്ത് പ്രപഞ്ചത്തിന്റെ ചെറിയൊരു അംശമായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഒരുപാട് ഗ്രഹങ്ങൾ. ഇതൊക്കെ നമ്മുടെ ഇമാജിനേഷനേക്കാളും എത്രയോ ചെറുതാണ്. ഓരോ മനുഷ്യന്റെയും ഭാവനകളെക്കാളും ഇമാജിനേഷനേക്കാളും വളരെ ചെറുതാണിത്. ക്രൗൺ ചക്ര എന്ന് പറയുമ്പോഴും നാം അതിൽക്കും മേലെയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. സൂര്യനും ചന്ദ്രനും നോക്കി അത്ഭുതപ്പെടുന്ന മനുഷ്യൻ സ്വന്തം ശരീരത്തിലെ ഒരു കോശത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെ നോക്കി പലപ്പോഴും അത്ഭുതപ്പെടാൻ മറന്നു പോവുകയാണ്. ഈ ഒരു എനർജിയുടെ ഫോഴ്സ്, ശക്തിയെ തിരിച്ചറിയാൻ മറന്നു പോവുകയാണ്. അങ്ങനെ നമ്മൾ ക്രൗൺ ചക്രയിലേക്ക് പ്രവേശിച്ചു. ഇപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു വലിയ വ്യാപ്തിയായി നമ്മൾ നിന്നു. ഇപ്പൊ നമ്മൾ ഫീൽ ചെയ്തോ നമ്മുടെ എനർജി? ആണോ അല്ലേ? ഫീൽ ചെയ്തില്ലേ? താങ്ക് യു. നിങ്ങളെ വിഷയത്തിൽ നിന്ന് നമുക്ക് പോയിന്റ് കിട്ടി.